സിറ്റിയുടെ പ്രാന്തപ്രദേശങ്ങളെ അപേക്ഷിച്ച് അതിൻ്റെ മധ്യഭാഗത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ നമുക്ക് അർബൻ ഹീറ്റ് ഐലൻഡ് എഫക്ട് എന്താണെന്ന് പരിശോധിക്കാം. അർബൻ ഏരിയസിലെ ടെമ്പറേച്ചർ റൂറൽ ഏരിയയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1 മുതൽ 7 ഡിഗ്രി സെൽഷ്യസ് വരെ അധികമായിട്ട് കാണപ്പെടാം. ഇത് അർബൻ ഹീറ്റ് ഐലൻഡ് എഫക്റ്റിന്റെ ഭാഗമായിട്ടാണ്. സിറ്റികളിൽ ഒരുപാട് കോൺക്രീറ്റ് കെട്ടിടങ്ങളുണ്ടാവും. ഈ കെട്ടിടങ്ങൾ പൊതുവിലെ ഹീറ്റ് അബ്സോർബ് ചെയ്ത് റിട്ടൈൻ ചെയ്ത് സൂക്ഷിക്കുകയാണ് പതിവ്. മറ്റ് പച്ചപ്പ് പോലെ മരങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് പോലെ കൂളർ ആവില്ല, പകരം ചൂട് അവിടെ തന്നെ തങ്ങി നിൽക്കാൻ കാരണമാവും. അതുപോലെ മോട്ടോർ വാഹനങ്ങളുടെ ഉപയോഗം, എയർ കണ്ടീഷന്റെ ഉപയോഗം, ഇതെല്ലാം അധിക ചൂട് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. രാത്രി കാലങ്ങളിൽ ഇങ്ങനെ കെട്ടിടങ്ങൾ അബ്സോർബ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഹീറ്റുകൾ അവ പുറന്തള്ളുന്നത് കൊണ്ടാണ് സൂര്യാസ്തമയത്തിന് ശേഷവും ടൗൺ ഏരിയകളിൽ വലിയ ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ കോമ്പാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? അതിനാദ്യം ചെയ്യേണ്ടത് കൂടുതൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും അതുപോലെ ഗ്രീൻ റൂഫിംഗ് നടപ്പിലാക്കുക, എയർ കണ്ടീഷന്റെയും വാഹനങ്ങളുടെയും ഉപയോഗം കുറയ്ക്കുക, റിഫ്ലക്റ്റീവ് ടൈപ്പ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് കെട്ടിടങ്ങൾ പണിയുക. ഇതൊക്കെയാണ് ഈ അർബൻ ഹീറ്റ് ഐലൻഡ് എഫക്റ്റ് കുറയ്ക്കാനായിട്ട് ചെയ്യാൻ കഴിയുന്ന മാർഗ്ഗങ്ങൾ. സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് നല്ല ശാസ്ത്രീയമായ ടൗൺ പ്ലാനിങ്ങും ഓരോ സിറ്റീസിന്റെ ഭാഗത്തു നിന്നും അനാവശ്യമായ ഇത്തരത്തിൽ ചൂട് കൂട്ടുന്ന വസ്തുക്കളുടെ ഉപയോഗങ്ങൾ കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ നമ്മുടെ സിറ്റികളെ കൂളറും ഹെൽത്തിയറും ആക്കാൻ സാധിക്കുകയുള്ളൂ. എവരി ബിറ്റ് കൗണ്ട്സ്.